ഫ്രണ്ട്സ്, നമ്മുടെ റെയിൽവേയുടെ ടെക്നീഷ്യൻ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് എത്ര വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്, അതിൻ്റെ ഡേറ്റ്, കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയും. അതിന് മുൻപ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾ വളരെ ക്ഷമയോടെ കേൾക്കുക ഈ ഒരു ഭാഗം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരിക്കലും ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ അല്ല നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണാം. കാരണം പലരും വീഡിയോയുടെ താഴെ വന്നിട്ട് അങ്ങനെ കമൻറ്റ് ചെയ്യുന്നതിൽ എനിക്ക് പ്രയാസം ഉണ്ടായിട്ട് പറയല്ല. കാരണം ഒരുപാട് മിസ്റ്റേക്കുകൾ, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എന്താണ് ഇപ്പം നമ്മൾ ഏതൊരു എക്സാം എഴുതാൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ അപേക്ഷയിൽ നമ്മൾ തെറ്റുകൾ ഇല്ലാതെ കൃത്യതയോടെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എത്ര പഠിച്ച് നമ്മളെന്താണ് അപേക്ഷ സമർപ്പിച്ച് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം തെറ്റായിട്ടുള്ള വിവരം നമ്മൾ കൊടുത്ത് അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ ഇതിലധികം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ പ്രത്യേകമായിട്ട് അറിയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോയിലും നമ്മൾ വിശദമായിട്ട് A to Z കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പം നമ്മുടെ ചാനൽ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ പറയുന്ന യൂട്യൂബിൻ്റെ ഒക്കെ അൽഗോരിതം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാക്സിമം യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വൈറലാകാനും കൂടുതൽ റീച്ച് ആവാനൊക്കെ സാധ്യതയുള്ള വീഡിയോയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 8 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ആ ഒരു കാറ്റഗറിയുള്ള വീഡിയോസാണ് ഏറ്റവും കൂടുതൽ വൈറലാകുക അല്ലെങ്കിൽ റീച്ച് ആകുക. പക്ഷെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മതി 10 മിനിറ്റിൻ്റെ മുകളിലും എല്ലാം ആവറേജ് നമുക്ക് വരുന്നുണ്ട്. മിനിമം നമുക്ക് 15 മിനിറ്റിൻ്റെ മുകളിലൊക്കെ അധികം വരുന്നുണ്ട്, ചിലത് 3/4 മണിക്കൂറൊക്കെ ഉണ്ട്. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് നീട്ടി വലിച്ച് നമുക്ക് ഒരുപാട് സമയം ഇതിൽ സ്പെൻഡ് ചെയ്യുന്നത് കൂടുതൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്കത് നമ്മുടെ ചാനലിന് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ളൂ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് ഈ പറയുന്ന എൻ്റർടൈൻമെൻറ്റ് വീഡിയോ അല്ലെങ്കിൽ നമ്മൾ സോഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോരുത്തരെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെ നമ്മൾ അങ്ങനെയുള്ള വീഡിയോസൊന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, റിയാക്ഷൻ വീഡിയോ ഒന്നും അല്ല. അപ്പോൾ അതൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ അല്ല, നിങ്ങളുടെ കരിയറുമായിട്ട് നമ്മളെ കരിയറിൽ നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതൊരു എക്സാം ഉണ്ടെങ്കിലും എക്സാമിൻ്റെ സമയത്ത് വരെ നിങ്ങൾ കാത്തിരിക്കരുത്, നിങ്ങൾ അതിന് മുൻപ് പ്രിപ്പറേഷൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡേറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ സിലബസ് കാര്യങ്ങളെല്ലാം നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയുന്ന സമയം നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ ഇതൊക്കെ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു ദിവസം നമുക്ക് വരും, നമുക്ക് ആ ഒരു കുറ്റബോധം നമുക്കുണ്ടാകും. നമ്മൾ ആ സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനെങ്കിലും നമ്മൾ ശ്രമിച്ചില്ലല്ലോ. ഇപ്പം നമുക്ക് ഏജ് ഓവർ ആകുന്ന സമയം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വീഡിയോസ് ഈ ഒരു വീഡിയോയുടെ ഇൻട്രോ കണ്ടിട്ട് പലരും പറയുന്നത് നമ്മൾ ചാനൽ പരസ്യം ചെയ്യാമെന്ന്. ഞാൻ ചാനൽ പരസ്യം ചെയ്യല്ല, ഇത് നിങ്ങൾക്ക് ഇതിൽ വന്നിരിക്കുന്ന പുതിയ, അതായത് ഇപ്പം നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബറോ അല്ലെങ്കിൽ വാച്ച് ചെയ്യുന്ന ആളുകളല്ലാത്തവർ എന്ത് ചെയ്യും, വരുന്നവർക്ക് ഈ വീഡിയോ ഇതൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നമ്മൾ കാണിക്കുന്നതിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബ് തരുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. അതാരണം നിങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം നിങ്ങൾക്ക്. അതായത് ഇപ്പോൾ എന്നിട്ട് ഞാൻ വിശദമായിട്ട് പറയട്ടോ, RRBയുടെ നമ്മുടെ ടെക്നീഷ്യൻ്റെ ഞാൻ എന്തായാലും A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ അതിന് മുൻപ് ഞാൻ ഇത് നിങ്ങൾ കേൾക്കേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റിൻ്റെ സദേൺ റെയിൽവേക്കുള്ള അപ്രൻറ്റിഷിപ്പ് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കമൻറ്റ് ജസ്റ്റ് നമുക്ക് കമൻറ്റ്സ് ഒന്ന് ഓൺ ആക്കിയിട്ട് ഞാൻ കാണിക്കാം എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യഗൗരവം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വീഡിയോ വെച്ച് ഞാൻ അത് പ്രൂവ് ചെയ്ത് തരാം. ഓക്കെ, സോറി, ഞാൻ ഇതായിപ്പോയി, ഡിസ്ക്രിപ്ഷനായിപ്പോയി. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വിവിധ തരത്തിലുള്ള കമൻറ്റുകളോടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ജസ്റ്റ് നോക്കിയ കമൻറ്റുകൾ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പം നമ്മളുടെ ഒരു ബ്രോ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തെറ്റിദ്ധരണയുടെ പുറത്തായിരിക്കും. കാരണം റെയിൽവേയുടെ അപ്രൻറ്റീഷിപ്പ് ഒടുക്കത്തെ പണിയാണ്. സ്റ്റൈപ്പൻഡ് നമുക്ക് ഏകദേശം 7,000 ആണ്. അത് സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമ്മളൊരു സാലറി ആയിട്ട് കൂട്ടാനേ പാടില്ല, അത് 7,000 ആണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ റെയിൽവേയിൽ അപ്രൻറ്റീഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബെനിഫിറ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, കാരണം നമുക്ക് ഒരിക്കലും ഇപ്പോൾ നമ്മൾ അതിലേക്ക് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് മാക്സിമം റെയിൽവേയിലുള്ള നമ്മുടെ ആരാണോ നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏൽപ്പിച്ച് അവർ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മളെ വിവിധ പണികളൊക്കെ തരാം. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിൽ പിടിച്ച് നിന്ന് ഒരു വർഷമാണ്. ആ ഒരു വർഷം നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ജീവിതത്തിൽ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് റെയിൽവേയിൽ എങ്ങനെ ഒരു വർക്ക് നമുക്ക് ചെയ്യാൻ പിന്നെ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും നമ്മുടെ രാജ്യത്തെ തന്നെ വലിയൊരു ഒരു സെക്ടറാണ് ഈ പറയുന്ന റെയിൽവേ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അപ്രൻറ്റീഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എൻട്രിയാണ്. കാരണം നിങ്ങൾക്ക് ഡിഫൻസ് മേഖലയിലേക്കാണെങ്കിലും ഇത്തരം വലിയ വലിയ ഇൻഡസ്ട്രിയിലേക്കാണെങ്കിലും നമുക്ക് യാതൊരുവിധ
എക്സ്പീരിയൻസും വേണ്ട. നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാനും നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ നിശ്ചിതമായ സ്റ്റൈപ്പൻഡോടുകൂടി നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസും നിങ്ങളുടെ തിയറിറ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടുള്ള സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് അപ്രൻറ്റീഷിപ്പ് എന്ന് മാത്രമേ നിങ്ങൾ അതിന് കാണാൻ പറ്റുള്ളൂ. ഒരിക്കലും നമ്മൾ എന്താണ് അതൊരു ജോലിയായിട്ട് കാണരുത്. പല ഉദ്യോഗാർത്ഥികളുടെയും പ്രശ്നം അതാണ്. കാരണം നമ്മളത് ജോലിയാക്കി കണ്ടുകൊണ്ടോ നമ്മളെന്താണ് അതൊരു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ നിൽക്കാൻ പറ്റുന്നതെന്ന് ചില ഓഫീസേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ അങ്ങനെ വർക്കൊന്നും തരില്ല, പാകത്തിനെ തരുള്ളൂ. നമ്മുടെ എന്താണ് നമുക്കുള്ള ആ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ ഉള്ള വർക്ക് കാര്യങ്ങളെ തരുള്ളൂ. ചിലരാണെങ്കിൽ അത് യൂസ് ചെയ്യാം, അത് മനുഷ്യന്മാരാണ് അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കമൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് എന്താ വെച്ചാൽ ഇപ്പം പുതുതായിട്ട് IT അല്ലെങ്കിൽ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന അവർ വിചാരിക്കുന്ന അപ്രന്റീഷിപ്പ് ചെയ്യേണ്ടതാണ്. അതൊരു പക്ഷേ അവരുടെ തീരുമാനത്തെ വലിയ സ്വാധീനിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ മാക്സിമം എന്താണ് ഇങ്ങനെ പറയാതിരിക്കുക. കാരണം ഇത് അവിടെ പണി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനോട് ഞാൻ ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. നല്ല പണിയൊക്കെ എടുപ്പിക്കാം, ചില സ്ഥലത്ത് നല്ല സുഖമായിരിക്കാം, അങ്ങനെയൊക്കെ വരാം. ഓക്കെ, അങ്ങനെ 1-2 ആൾക്കാരുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതേപോലെ കണ്ടോ മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നത് ഇതാ നമുക്ക് ഏകദേശം 22-23 അതായത് ഡ്യൂറേഷനിൽ 2022-23 പാലക്കാട് ഡിവിഷനിൽ ചെയ്തതാണ്. അവിടെ ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് ഫുഡ് റൂം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ 7,000 ആണ് കിട്ടുക, അതിൽ തന്നെ 5,500 ആണ് ആദ്യം കിട്ടുക, പിന്നെ നമുക്കത് ബാങ്കിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ ഫുഡോ അക്കോമഡേഷനോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ അപ്രന്റീഷിപ്പ് ചെയ്താലുള്ള ബെനിഫിറ്റാണ് ഇപ്പം നമുക്ക് ടെക്നീഷ്യനിൽ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് അതിൻ്റെ പ്രൂഫ് കാണിച്ചു തരാം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ് ഇപ്പോൾ ഈ പറയുന്ന ഞാൻ ജസ്റ്റ് കാണിക്കാം. ഈ പറയുന്ന വീഡിയോസ് നിങ്ങൾ ജസ്റ്റ് 10ാം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിൽ ഫ്രഷർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ A to Z കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ITI വേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞവരാണോ നിങ്ങൾക്ക് ഈ പറയുന്ന 10ാം ക്ലാസ് പഠിച്ച് കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമുക്ക് TC വേണം. ഓക്കെ, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആ +2 സയൻസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസി ഉണ്ട്. സോറി, അതിൽ MLT ഉണ്ട് കേട്ടോ. അത് +2 സയൻസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്നൊക്കെ ഞാൻ ഓൺലൈനായിട്ട് വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ അപ്രന്റീഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് D പോസ്റ്റിലേക്ക് വിളിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇപ്പം 100 വേക്കൻസി ആണെങ്കിൽ അതിൽ 20 വേക്കൻസി എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിനുള്ള നിശ്ചിത വെയിറ്റേജ് കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് നമുക്ക് എക്സാം മാർക്കിന് പുറമെ നമുക്കൊരു ഗ്രേസ് മാർക്ക് കാര്യങ്ങളൊക്കെ ലഭിക്കും. അതായത് ഒരു വെയിറ്റേജ് കിട്ടും. നിങ്ങൾക്ക് നിശ്ചിതമായിട്ടുള്ള നിങ്ങളെ റാങ്ക് ഉയർന്ന പൊസിഷനിലേക്ക്, അതായത് ഏറ്റവും പെട്ടെന്ന് തന്നെ റാങ്കിലുള്ള വ്യത്യാസം വരും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടാത്തൊരു പരിഗണന ഈ പറയുന്ന റെയിൽവേയിൽ അപ്രന്റീഷിപ്പ് ചെയ്തവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഒരു ബെനിഫിറ്റ്. മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൽ കാണാം 10ാം ക്ലാസ് പ്ലസ് നിങ്ങൾക്ക് കാണാം കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീഷിപ്പ് ഇൻ ട്രേഡ്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഏത് ട്രേഡിലാണ് അതെല്ലാത്തിലും അത് അപ്ലിക്കബിൾ ആണ്. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് 10ാം ക്ലാസ്സും നിങ്ങൾ റെയിൽവേയുടെ ഈ പറഞ്ഞ രീതിയിൽ ഇതിൽ അപ്രന്റീഷിപ്പ് നിങ്ങൾ റെയിൽവേയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള ബെനിഫിറ്റ് ആണ് അത്. ഇനി ITI കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന അപ്രന്റീഷിപ്പ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് ഡിയിലേക്ക് വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരം പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ പറയുന്ന 20%, അതായത് 1000 വേക്കൻസി ഉണ്ടെങ്കിൽ അതിൽ 200 വേക്കൻസി നിങ്ങൾക്ക് പ്രിഫറൻസ് നൽകും, മുൻഗണന ലഭിക്കും. അതായത് നിങ്ങൾക്ക് നിശ്ചിതമായിട്ടുള്ളൊരു വെയിറ്റേജ് അതിനുണ്ടാവും. അതിൻ്റെ സെലക്ഷനിൽ ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വിശദമായിട്ട് എനിക്ക് പറയണം എന്ന് തോന്നി. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ കൂടുതലായിട്ടും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് ഉദ്യോഗാർത്ഥികൾക്ക് ഡൗട്ട്. ALPൻ്റെ ഒക്കെ ആണെങ്കിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് അത് കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ വെറുതെ ഏതെങ്കിലും ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുത്താൽ പോരാ. OBC ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് തന്നെ വേണം. അത് SC/ST ആണെങ്കിൽ SC/ST, അത് EWS ആണെങ്കിൽ ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി നമ്മൾ താലൂക്കിൽ നിന്നാണ് ഇഷ്യൂ ചെയ്ത് വാങ്ങേണ്ടത്. അപ്പോൾ ഇതിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത്, ഇതിൽ തന്നിരിക്കുന്ന ആ ഫോർമാറ്റ് നമ്മൾ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് തന്നെ നമ്മൾ ചെയ്യണം. സെയിം ഫോർമാറ്റ് ആയിരിക്കണം. കാരണം നമുക്ക് ഓൺലൈനിൽ കിട്ടുന്ന ഫോർമാറ്റ് തമ്മിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന അമെൻമെൻറ്റ് കാര്യങ്ങളൊന്നും ഇതിലില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്താണ് ഇതൊക്കെ ഇഷ്യൂ വരിക. കാരണം നമ്മൾ എക്സാമൊക്കെ എഴുതി നല്ല പഠിച്ച് നമ്മൾ ഇതൊക്കെ എഴുതി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ടെക്നിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കാൻഡിഡേറ്റ്സിന് റിജക്റ്റ് ആവും എന്നുള്ളതാണ്. കാരണം നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലൊക്കെ കമൻറ്റ് ചെയ്യാം. കാരണം ഇതുപോലെ കമൻറ്റ് ചെയ്താലേ നമുക്ക് പലരുടെയും തെറ്റിദ്ധാരണ നമുക്ക് മാറ്റാൻ പറ്റും, എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം ഞാൻ നമ്മൾ കമൻറ്റ് നമ്മുടെ ചാനലിൻ്റെ ഇടയിൽ ഒന്ന് കമൻറ്റ് ചെയ്തവരെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, ഒരു പക്ഷേ അവർ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും. ഒരിക്കലും ഇപ്പം നിങ്ങൾ 2 പേരും അല്ലെങ്കിൽ 3-4 പേര് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നമ്മൾ ആ ഫീൽഡിൽ നിൽക്കണം. ഇവിടുന്ന് അപ്രന്റീഷിപ്പ് ചെയ്ത് നമ്മൾ ഗൾഫ് കൺട്രീസിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ
ഉപയോഗം ഉണ്ടെന്ന് തോന്നില്ല. ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് വേണമെങ്കിൽ അവർക്ക് അവിടെ കൊടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതൊക്കെയാണ് അപ്രന്റീഷിപ്പിൻ്റെ കാര്യം. അപ്പോൾ ഞാനിത് എടുത്ത് പറയാൻ കാരണം ഇപ്പോൾ ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാം, ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന RRBയുടെ ഇപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിലും ഇതിലൊക്കെ. അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ മെസ്സേജ് അയക്കും, നമ്മളൊന്ന് ഫോളോ ചെയ്യുക, ഒന്ന് പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പേജൊക്കെ ഒന്ന് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ എല്ലാവരിലേക്കും റീച്ച് ആകാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്തിട്ട് മെസ്സേജൊക്കെ ചോദിക്കുക. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് RRBയുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ഇതിപ്പോൾ ഇതും നമുക്ക് അടിയിൽ മിക്കവാറും കമൻറ്റ് വരുന്നത് വലിച്ചു നീട്ടി പറയുന്നത്. ഒരിക്കലും വലിച്ചു നീട്ടി പറയല്ല, കാരണം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഒരുപാട് പേര് അറിയാത്തവരുണ്ടാവും കേട്ടോ. അറിഞ്ഞവർ ഞാൻ പറയില്ല, എല്ലാം എല്ലാവർക്കും എല്ലാം അറിയില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അറിയാത്തവരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അറിയുന്നവർക്ക് നിങ്ങൾക്ക് സീക്ക് ചെയ്ത് കാണാവുന്ന ഓപ്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ 2 നോട്ടീസാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇന്ന് കുറേ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പല സൈറ്റുകളും എന്താണ് റെയിൽവേ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു പക്ഷേ നിങ്ങൾക്ക് എന്താണ് അവർക്ക് നിങ്ങളെ ആ ഒരു മെസ്സേജ് വഴി നിങ്ങളെ അറിയിക്കാനും പറ്റി എന്നുള്ളതാണ്. പക്ഷേ എന്ത് ചെയ്യും, ഉദ്യോഗാർത്ഥികൾ ഒരുപാട് ആശങ്ക ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്നും ആശങ്കപ്പെടേണ്ട, നിങ്ങൾ പഠിച്ച് തുടങ്ങണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സാധനം വന്നിട്ടുണ്ട്, അതെന്താ ഞാൻ കാണിക്കതാ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, അഡ്വാൻസ് നോട്ടീസ് അബൌട്ട് നോട്ടിഫിക്കേഷൻ ഫോർ ടെക്നീഷ്യൻ പോസ്റ്റ്. കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ RRB ചെന്നൈൻ്റെ ഒഫീഷ്യൽ പേജിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ, CEN അതായത് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നമ്പർ 1/2024 എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഇതാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏജിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കയറിയാൽ കാണാൻ പറ്റും. ഓക്കെ, അതിലിപ്പോൾ ഏതാണ് ഞാൻ ചെയ്തതാ, ഈ ഒരു വീഡിയോ ഒരു ദിവസം മുൻപ് ചെയ്തതാണ്. LP നിൽക്കണം, പ്രായ വർധനവ്, അതോടൊപ്പം തന്നെ എക്സാം ഡേറ്റും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോകട്ടോ, വെറുതെ പോയിട്ട് കാര്യമില്ല. ഒരുപാട് അപേക്ഷകളുണ്ടാവും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ പറയുന്ന എന്താണ് ടെക്നീഷ്യൻ നോക്കാം നമുക്ക്. അഡ്വാൻസ്ഡ് നോട്ടീസ് അബൌട്ട് നോട്ടിഫിക്കേഷൻ ഫോർ ടെക്നീഷ്യൻ പോസ്റ്റും ദെൻ അതിൻ്റെ ടൈം ലൈൻസും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനിപ്പോൾ ഫസ്റ്റ് നോട്ടീസ് ഞാൻ ഓപ്പൺ ആയി കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കാണാം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അഡ്വാൻസ് നോട്ടീസ് റിഗാർഡിംഗ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഫോർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ടെക്നീഷ്യൻ ഇന്ത്യൻ റെയിൽവേ. കണ്ടോ, ഇന്ത്യൻ റെയിൽവേയിലേക്ക് നമ്മുടെ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടീസാണ്, അഡ്വാൻസ് നോട്ടീസാണ്. കുറച്ച് മുൻപേ ഉള്ള നിങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾ എന്താണ് നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടീസാണ്. കാരണം ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കണം. ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കാൻ തുടങ്ങണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, ഒരിക്കലും ഡിലേ ആക്കി വെക്കരുത്. നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ വരട്ടെ എന്നല്ല, അതിൻ്റെ ഡേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൂടെ കാണാം, ദ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഹാവ് റീസെൻ്റ്ലി റിലീസ്ഡ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ്. ഇവിടെ കാണാം 1/ അതാണ് നമ്മുടെ 20th ജനുവരി 2024 വന്ന അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്. അതിപ്പോൾ എന്താണ് ഓൺഗോയിങ് ആയിട്ട് നടക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഓൺലൈനായിട്ടൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിശ്ചിതമായുള്ള സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്താണ് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പർ തരും, അതിലേക്ക് ഡീറ്റെയിൽസ് അയച്ചാൽ നമ്മൾ ചെയ്തു തരും. അപ്പോൾ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ RRB സാർ കറൻ്റ്ലി ഇൻ ദ പ്രോസസ് ഓഫ് ഫൈനലൈസിങ് ദ റിലീസ് ഓഫ് അനദർ സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ CEN. അപ്പോൾ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് നമുക്ക് CEN നമ്പർ 1/2024 അടുത്തത് നമുക്ക് 2/2024 വരാനിരിക്കുന്നത്. അത് ഈ പറയുന്ന ടെക്നീഷ്യൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. ഓക്കെ, അപ്പോൾ വി ആർ പ്ലാനിങ് ടു റിലീസ് ദിസ് നോട്ടിഫിക്കേഷൻ സൂൺ. അപ്പോൾ ഉടനെ തന്നെ ഇവരെന്ത് ചെയ്യും, അത് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ RRBയുടെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യും, അതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് നിങ്ങളോട് പറയുന്നത്. ഇത് ഒരു നോട്ടീസിലൂടെ നമ്മൾ ഈ ഉദ്യോഗാർത്ഥികളെ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ നോട്ടീസ് വന്ന ഡേറ്റ് നിങ്ങൾക്ക് കാണാം, 29/1/2024. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് 1/2 അതായത് ഫെബ്രുവരി 1 വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 29 നമുക്ക് 2-3 ദിവസം മുൻപാണ് ഈ പറയുന്ന നോട്ടീസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നോട്ടീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ടൈം ലൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പം ഇനി വരാനുള്ള നോട്ടിഫിക്കേഷൻ നമ്പറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നമ്പർ 2/2024 റിക്രൂട്ട്മെൻറ്റ് ഓഫ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഏകദേശ ടൈമും അതുപോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇതിൽ പ്രതീക്ഷിത വേക്കൻസിയാണിത് 9000 കേട്ടോ. ഓക്കെ, ഏകദേശ വേക്കൻസിയാണ്, ഇത് കൂടാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ ഏകദേശ വേക്കൻസിയാണ്, എന്നാലും ഒരുപാടൊന്നും കൂടും നിങ്ങൾ പ്രതീക്ഷിക്കും വേണ്ട. കാരണം നമ്മളെ ഈ പറയുന്ന ഇങ്ങനെയുള്ള എന്താ പറയുക, ഇപ്പം നമ്മൾ ഇതിൻ്റെ കോഴ്സുകളൊക്കെ ഓഫർ ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ ചിലപ്പോൾ ഒരുപാട് പറഞ്ഞു തരും, അത്രയൊന്നും വന്നോളൊന്നുമില്ല. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു നമ്പർ തന്നെ കുറച്ച് എന്താണ് കൂടാനൊക്കെ സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ,
പിന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എംപ്ലോയ്മെൻറ്റ് ന്യൂസിലാണ് ആദ്യം പബ്ലിഷ് ചെയ്യുക. ഓക്കെ, ആ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫെബ്രുവരിയിൽ. ഏത് ഡേ ഒന്നും കൊടുത്തിട്ടില്ല. ഫെബ്രുവരിയിൽ എന്ത് ചെയ്യും, 2024 ഫെബ്രുവരിയിൽ എംപ്ലോയ്മെൻറ്റ് ന്യൂസിലാണ് ആദ്യം വരിക. അത് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒഫീഷ്യൽ ഈ പറയുന്ന RRBയുടെ സൈറ്റിൽ എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ ഒരു ഷോർട്ട് നോട്ടിഫിക്കേഷനാണ് എവിടെ വരിക, നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വരിക. അത് വന്ന് ഏകദേശം ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ എന്ത് ചെയ്യും, RRBയുടെ സൈറ്റിലും വരും. അങ്ങനെ ഓൺലൈൻ്റെ ഡേറ്റ് വരുന്നത്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മാർച്ച് ടു ഏപ്രിൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ പറയുന്ന ഡേറ്റൊക്കെ മുന്നിൽ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. കാരണം ഒരുപാട് സൈറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് വന്ന് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടണ്ട എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ മാർച്ച് ഏപ്രിൽ 2024 ഇതിൻ്റെ എന്താണ് എക്സാം ഒക്കെ ഉണ്ടായിരിക്കുക. അതോടൊപ്പം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കും കേട്ടോ. അതിൻ്റെ ഒരു ടെസ്റ്റിൻ്റെ ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡേറ്റ് വെച്ച് നിങ്ങൾ പഠിക്കണം. ഒക്ടോബർ ഡിസംബറിലായിരിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം എന്താണ് പഠിക്കാൻ അത്യാവശ്യം നല്ല സമയമുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ഏതെങ്കിലും ബുക്കുകൾ വാങ്ങുകയോ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കോച്ചിങ് സെൻറ്ററിൻ്റെ സഹായം വേണമെങ്കിൽ അതന്നെ നിങ്ങൾ ഫോളോ ചെയ്യും കേട്ടോ. കാരണം ആദ്യമായിട്ടൊക്കെ പഠിച്ചു തുടങ്ങുന്നവർക്ക് അതിൻ്റെ ഒരു ഐഡിയ കാര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല കോച്ചിങ് സെൻറ്ററുകൾ, നിങ്ങളെ പൈസ മാത്രം മോഹിച്ച് വാങ്ങുന്ന കോച്ചിങ് സെൻറ്റർ അല്ലാതെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടാണോ ചെയ്യുന്നത്. കാരണം നമുക്ക് കിട്ടുന്ന സമയങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ വിലപ്പെട്ട രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് റെയിൽവേയിലൊക്കെ കയറാൻ പറ്റും. സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് ഫെബ്രുവരി 2025 കേട്ടോ. അതിൻ്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റൊക്കെ, ഷോർട്ട് ലിസ്റ്റൊക്കെ റിലീസ് ചെയ്യുന്നത് ഫെബ്രുവരി 2025 ഓക്കെ. പിന്നെ ഇതേപോലെ ഇപ്പം നമുക്ക് കൊറോണ ആയതുകൊണ്ടാണ് ഇങ്ങനെ വലിയൊരു ഗ്യാപ്പൊക്കെ വന്നത് നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ലക്ഷക്കണക്കിന് വേക്കൻസി ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും നമുക്ക് പ്രതീക്ഷിത വേക്കൻസി ഒന്നും ഇതിലേക്ക് കാണുന്നില്ല. അപ്പം അടുത്ത സൈക്കിള് ഇതിൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് 2025 ഏപ്രിൽ വരുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇനി ഓരോ ഇയറിലും എന്താണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഏജ് ഒരു വലിയൊരു ക്രൈറ്റീരിയ ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്ത് ചെയ്യും, വിശദമായിട്ട് പറയും. ഓക്കെ, ഇപ്പം നമ്മൾ ഈ പറയുന്നതുണ്ടോ, നമ്മുടെ ALPയിൽ തന്നെ ഇപ്പോൾ കൊറോണൻ്റെ കാരണം കൊണ്ട് 3 വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രായപരിധിയിൽ ഇളവ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ വീഡിയോ. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിനും വരാൻ സാധ്യതയുണ്ട്. കാരണം കൊറോണ ഒരുപാട് നമ്മളുടെ സാധ്യതകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് വിവിധ ട്രേഡുകളാണ് വിളിക്കുക. അപ്പോൾ അതിൽ ചിലപ്പം 10ാം ക്ലാസ് അതുപോലെ ITI വേണ്ടി വരും. ചിലപ്പോൾ എന്താണ് ഈ പറയുന്ന വിവിധ ട്രേഡിനനുസരിച്ചാണ്. ചിലപ്പം 10ാം ക്ലാസ് +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതുണ്ടാവും. ദെൻ 10ാം ക്ലാസ് പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്രൻറ്റിഷിപ്പ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ITI വെച്ച് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയിലൊക്കെ അതത് ട്രേഡിൽ നിങ്ങൾ 10ാം ക്ലാസ്സും അതുപോലെ തന്നെ അപ്രൻറ്റിഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതായത് ഈ പറയുന്ന ഇപ്പോൾ നമ്മുടെ സദേൺ റെയിൽവേയിൽ പാലക്കാട്, തിരുവനന്തപുരമൊക്കെ നിങ്ങൾക്ക് എന്താണ് അപ്രൻറ്റിഷിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോയമ്പത്തൂരൊക്കെ നിങ്ങൾക്ക് അപ്രൻറ്റിഷിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് എന്താണ് SSLC അല്ലെങ്കിൽ +2 കഴിഞ്ഞവർക്കൊക്കെ എന്താണ് ITI നിർബന്ധമില്ല. ടെക്നിക്കൽ ആയിട്ടുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. അതായത് ഫ്രഷർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്രൻറ്റിഷിപ്പ് ചെയ്യാം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വർഷം എന്താണ് നിങ്ങൾ ഇറങ്ങുന്ന സമയത്തേക്ക് എന്ത് ചെയ്യും, അപ്പോൾ ഈ പറയുന്ന സമയത്താകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇറങ്ങും. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ടെക്നീഷ്യൻ വിളിക്കുന്ന സമയത്ത് അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് കേട്ടോ. കാരണം നിങ്ങൾ ITI പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണ് ഈ അപ്രൻറ്റിഷിപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്തൊന്നും അറിയാതെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ് കൂടുതലായിട്ട് നമ്മൾ ഇടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചാനൽ വഴി നിങ്ങൾക്ക് തരാൻ പറ്റും. പിന്നെ ഇതിൽ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ, ജസ്റ്റ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കട്ടെ, നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പറ്റുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ടൈപ്സ് ഓഫ് റെയിൽവേ ജോബ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏകദേശം 9 മാസം മുൻപ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഗ്രൂപ്പ് A, B, C, D ഇതിൻ്റെ എന്താണ് ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, ഇപ്പോൾ ടെക്നീഷ്യൻ്റെ ഒക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇതാണ് തമ്പനയിൽ നോക്കിയാൽ മതി. നമ്മുടെ ചാനൽ ഏകദേശം 9 മാസം മുൻപ് നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് തപ്പിയാൽ കിട്ടും. 9 മാസം മുൻപ്, അല്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇതാണ് ആ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ലഭിക്കും. അതിൻ്റെ ഏജ് ലിമിറ്റ്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ALPയിലൊക്കെ ശരിക്കും നമുക്ക് എന്താണ് കന്നഡ ഇല്ലാതെ നമുക്ക് എന്താണ് നിശ്ചിതമായിട്ടുള്ള കാഴ്ച നമുക്ക് അത് കന്നഡ യൂസ് ചെയ്യുന്നവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്നാലും ടെക്നീഷ്യൻ ആണെങ്കിൽ അതൊന്നും പ്രശ്നമില്ല. കന്നഡ വെച്ചവർക്കും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.